ഇത് നല്ല തമാശ. കന്നിമാസത്തിലെ തേങ്ങ എന്ന് പറഞ്ഞ തേങ്ങയാണ്. കൂരല്ലേ വെറും കൂര്. ഇന്നലെ നമ്മൾ ആ മാങ്ങാത്ത അയൽവാക്കിന്റെ മൂപ്പൊരു കല്യാണക്കാരുമായിട്ട് അവിടെ ചെന്നപ്പം തെങ്ങേറ്റം നടക്കും. ഞമ്മക്കൊരു തേങ്ങ തന്നു. കുടി കൊണ്ടുവന്ന് പൊളിച്ചു നോക്കിയപ്പോഴല്ലേ കണ്ണി അടിക്കുന്നത് ഒരു കോഴിമുട്ട. പിന്നെ എന്താ മുല്ലാക്ക പോന്നത്? 2-3 ദിവസമായിട്ട് പെരെ പത്നിയാണ് മോനെ. ഇന്നെ കണ്ട് എന്തെങ്കിലും പേടിച്ച് റേഷനരി വാങ്ങിക്കാൻ വിചാരിച്ചു പോന്നതാണ്. മുല്ലാക്കയുടെ ഇല്ലെന്ന പാട്ട് തീരൂല്ലേ? ഇത് നല്ല തമാശ. അതങ്ങനെ അങ്ങ് നിർത്താൻ ഒക്കുമോ മോനെ? മദ്രസയിലാണെങ്കിൽ ഒറ്റ കുട്ടികൾ ഓത്ത് പഠിക്കാൻ പറ്റില്ല. പഞ്ഞം പിടിച്ച മാസമൊന്നും പറഞ്ഞ് ഒറ്റ കല്യാണം നടക്കണില്ല. പിന്നെ മനുഷ്യന് ജീവിക്കണ്ടേ മോനെ? ഇന്നെപ്പോലെ 4 തെങ്ങിന്റെ കട എനിക്കുണ്ടെങ്കിൽ ഞാൻ ഇതിനൊന്നും നടക്കൂലെന്ന്. ഇന്നെ പോലെ കത്തരമ്പോ കാലും കയറ്റി മീശയെ പിരിച്ചോണ്ട് പോയി ഇരിപ്പുണ്ടങ്ങൾ. അപ്പൊ അവരാമൊരാളിനെ കാണാനും ആളുകൾ ഇങ്ങോട്ട് ഒരു വരവുണ്ട്. ഇപ്പൊ ഇവിടെ വന്നു പോയ ചെക്കനും നമ്മളെ തേങ്ങ വാങ്ങിക്കാൻ ഒരു വരവുണ്ടെങ്കിൽ അപ്പൊ ഞമ്മളൊരു ചോദ്യം ഉണ്ടാകാൻ, ജോസ് മാപ്പിളെ തെങ്ങേറ്റം കഴിഞ്ഞിക്കണ്, തേങ്ങ എടുക്കണം. ഓ എടുക്കാനോ? അപ്പൊ നമ്മൾ രണ്ടാമതൊരു ചോദ്യം, എന്ത് വിലക്ക് എടുക്കാം? അപ്പൊ അവൻ ഒരു വില പറയലുണ്ടെങ്കിൽ ഞാനൊരു വില പേശലുണ്ടെങ്കിൽ ഒടുക്കൽ ഞങ്ങൾ തമ്മിൽ ഒരു തെറ്റലുണ്ടെങ്കിൽ ഈ പോടാ അമുക്കെന്ന് പറഞ്ഞ് കൗത്തിന്റെ മൂട്ടയെ പിടിച്ച് പുറത്തോട്ടൊരു തള്ളിലിട്ട് ഞമ്മ അവിടത്തേക്കൊക്കെ ഒരു പോക്ക്. എന്താ മല്ലൊക്കെ മത്തപ്പാട്ട് നോട്ടം മുത്തിയ പോലെ നിൽക്കണത്? അമ്മോ ഇതെന്താണല്ലോ ഈ കേട്ടത്? ഈ നമ്മളെ കരിഞ്ഞിട്ടേക്കണ. എന്റെ റബ്ബ് ഞാനെ കൊണ്ടാണ് ഞമ്മ ഒരു ഐക്യല്ലേ ഇരിക്കുന്നത്. ഉമ്മ ഔറപ്പാലായിട്ട് പൊല്ലാക്ക അഭിനയിച്ച് നോക്കുകയായിരുന്നു. അതെ മോളെ, ഓൻ പറഞ്ഞതാ ശരി. ഓരോന്ന് പറഞ്ഞു വന്നപ്പ എനിക്കൊരു വിത്തപ്പൂതി എങ്ങനെ തോന്നി. ഒരു മുതലാളി ആയാൽ എന്താ ആ വിചാരം മനസ്സിൽ കയറിയപ്പോഴേ കാൽവിൽ ചക്കര വെള്ളം വീഴ പോലെ തോന്നി. ഞാനും പോട്ടെ മോനെ, ഞാനും പോട്ടെ മോനെ. ശരി മുല്ലാക്ക. അസ്സലാമലൈക്കും. മുല്ലാക്ക, തേങ്ങയ്ക്ക് വില പറഞ്ഞ് ജോസുമായി തെറ്റിപ്പിരിഞ്ഞല്ലേ? പണത്തിന് വലിയ ബുദ്ധിമുട്ട് കാണും. ഇതുകൂടി ഇരിക്കട്ടെ. അല്ലാ അൽഹംദുലില്ലാഹ്. 4 തെങ്ങിന്റെ കടയുടെ ഓർമ്മ വന്നപ്പോഴത്തേനും ഞമ്മ പെരയിലെ കാര്യം അങ്ങോട്ട് മറന്നുപോയി പോലെ. ഇതും കൂടി ഇല്ലാണ്ട് വെറുങ്ങനോടെ കയ്യും വീശി അങ്ങാട്ട് ചെന്നിരുന്നെങ്കിൽ പേത്താക്കി ഓ ഈ എന്നെ രസിച്ച മോനെ. പതച്ചോ ഞങ്ങൾക്ക് കുളം തരും. ഇത് നല്ല തമാശ. ഇടോ ബീരാവുക, ഈ ഔറാമൊല്ലാക്കാനെ വിശ്വസിച്ചിട്ടുള്ള ആയിരിക്കും ഈ സാഹചര്യം ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. ഞമ്മക്ക് മൊല്ലാക്കാനെ വലിയ വിശ്വാസമാണ്. അപ്പൊ തന്റെ 2ാം കെട്ടിലുള്ള മോക്കൊരു മാപ്പളിനെ വേണം അല്ലേ? വയസ്സ് എത്രയായി? 63. തന്നെ പണ്ടാറാവാൻ തന്റെ വയസ്സല്ല ചോദിച്ചത്. നമുക്ക് പെണ്ണിന് വയസ്സ് എത്രയായി? എന്റെ ഓർമ്മ 16 ആണെന്നാ. 17 ആകാനിടയുണ്ട് കേട്ടാ. ഇനി കൂടാന്ന് വെച്ചാ 18 ആകേയില്ല. ആട്ടെ, പൊന്നെത്ര കൊടുക്കും? മുക്കി മൂളിയും വരെ ഒപ്പിച്ച ഒരു 5 പവൻ വരെ കൊടുക്കാം. അപ്പൊ ഒരു 37 വയസ്സുള്ളതൊക്കെ മതിയാ? അതിത്തിരി കൂടിപ്പോയില്ലേ മല്ലാക്ക? ഇത് നല്ല തമാശ. വയസ്സ് കൂടുന്നതിന് ഞമ്മളെന്ത് കാട്ടാനാണ്? ആട്ടെ, ഒരു 10 പവന്റെ പൊന്നു കൊടുക്കാമെങ്കിൽ 25 വയസ്സായ ചക്കനെ കിട്ടും. ഒരു 20 പവന്റെ പൊന്നു കൊടുക്കാമെങ്കിലുണ്ടല്ലോ 15 വയസ്സായ ചെക്കനെ ഞമ്മക്ക് ഉണ്ടാക്കാം. വീരാവുക, ഇക്കണക്കിന് 40 പവൻ പൊന്നു കൊടുത്താൽ ചെക്കന് 5 വയസ്സായിപ്പോവല്ലോ മൊല്ലാക്ക. ഒരു 30 വയസ്സുള്ള ചെക്കനെ കിട്ടാൻ വല്ല ഭാവമുണ്ടോ? 30 കത്തിയാണ്. 28, 29, 30. അല്ലാ വീരാവുക്കാരന്റെ വാക്യം ഒറ്റ ഒരുത്തനുണ്ട്. ചെക്കൻ ആരുവായിക്കാരനാണ്. ഉമ്മയും ബാപ്പയും ഇല്ല, ഒറ്റാൻ തടിയാണ്. ചെക്കന്റെ പേര് LPS
4-5 കൊല്ലം മുമ്പ് എന്റെ മോക്കൊരു കല്യാണക്കാരി ആലോചിച്ചപ്പോ മുല്ലാക്ക ഈ ചെക്കനാണല്ലോ പറഞ്ഞത്. അന്നും ചെക്കൻ 30 വയസ്സെന്നാ പറഞ്ഞു. ഇത് നല്ല തമാശ. കൊല്ലം പാഞ്ഞു പോണെങ്കിൽ ഞമ്മ എന്ത് കാട്ടാനാണ്? ഈ പുസ്തകത്തിലുള്ളത് നല്ല നേരും നെരുകുള്ള കണക്കാണ്. എത്ര കൊല്ലം മുമ്പ് എഴുതി വെച്ചാലും ഈ പുസ്തകത്തിലുള്ളത് മാറില്ല. വിട്ട് പിടി, അത് പോട്ടെ മല്ലാക്ക, നമുക്ക് വേറെ വല്ലതും. പിന്നെ ഏതാണ്? ഇന്നലെ നമ്മുടെ കയ്യിൽ നല്ല ചെറുക്കം വന്ന് പെട്ടിട്ടുണ്ട്. കൊയിലാണ്ടിക്കാരനാണ്. അവനെ കണ്ടാലേ ആണാണെന്ന് ആരും പറയില്ല. ഏതെങ്കിലും കാര്യം മൊല്ലാക്ക തന്നെ അങ്ങ് ഉണ്ടാക്കിയാ മതി. അതൊക്കെ ഞമ്മളായിട്ടിരുന്ന ഉറുപ്പിന്റെ ഒരു 25 രൂപ ചെലവിന്. എന്തിനകത്ത് 25 രൂപ? ഒരു 10 രൂപ മതിയോ? ഉള്ളതടി. വാലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്കെന്താണ് വേണ്ടത്? എന്റെ വല്യപ്പടെ ഇളയമ്മയുടെ മൂത്ത മോക്കടെ ഇളയമോട് പെണ്ണ് വേണം. പെണ്ണിന് 30 പവന്റെ പൊണ്ണ് കിട്ടണം. ഇത് നല്ല തമാശ. തനിപ്പോന്നല്ലേ അവിടെ പണിക്കൂടെ പിന്നിൽ മനസ്സില്ലേ? എന്നാ തന്നെ കൊണ്ടുപോയി നിർത്തിയിട്ട് ബാക്കി കാര്യം അറിയാനില്ല. എന്റെ പണം ഇപ്പൊ കിട്ടണം. പണം എടോ, എന്റെ മുറ്റത്ത് കായെടുത്ത് കുത്തിയ കായ് ഇങ്ങോട്ട് വരണം. അതാണ് ഇവിടുത്തെ നിയമം. എന്റെ മോക്കൊരു മാപ്പിളക്കാരി ഉണ്ടാക്കാന്ന് പറഞ്ഞ് 10-25 രൂപ വാങ്ങിയിട്ട് കൊല്ലം 3-4 അതിന് ഞാൻ എന്ത് കാട്ടാനുണ്ടോ? തന്റെ മോക്കൊത്തൊരു മാപ്പിളക്കാര്യം കിട്ടണ്ടേ? വേണ്ടോ, താനിനി എന്റെ മോക്ക് മാപ്പിളക്കാരി ഉണ്ടാക്കണ്ട. എന്റെ മോക്ക് ഞാൻ തന്നെ മാപ്പിളക്കാരി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ? എന്നാൽ ഇപ്പൊ അടക്കട്ടെ, ഞമ്മ ഉണ്ടാക്കുന്ന കാര്യം പിന്നെ നടത്താം.